മലേഷ് നായർ ഫിനാൻഷ്യൽ ഗൈഡിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മണർകാട് കിടങ്ങൂർ റോഡില് മണർകാട് കാവുംപടിക്ക് സമീപമുള്ള വില്ലാ ബുഷ് എന്ന് പറയുന്ന ഒരു സലൂണിലാണ്. ഈ സലൂണിൽ എന്താണ് ഉച്ചയ്ക്ക് എന്നല്ലേ, ഇവിടെ എന്താണ് പ്രത്യേകത എന്നല്ലേ, വായു. വില്ലാ ബുഷ് ബ്യൂട്ടി പാർലറിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താണ് പ്രത്യേകത, അകത്തേക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അകത്തെത്തിയിരിക്കുകയാണ്. ഇപ്പം ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് സലൂൺ ചേട്ടനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് എന്റെ ഹെയർ ഒന്ന് ഡ്രസ് ചെയ്യാനായിട്ടും ബിയർ ഡ്രസ് ചെയ്യാനായിട്ടും ഞാനിവിടെ വന്നപ്പോഴാണ് സലൂൺ ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടത്. ഇവിടെ വന്നപ്പം ഞാനിവിടെ മുടി വെട്ടിക്കൊണ്ട് താടിയൊക്കെ ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇദ്ദേഹം ഇവിടെ ഇരുന്ന് പതിയെ ഒരു ഓടക്കുഴലെടുത്ത് വായിച്ചു തുടങ്ങി. ഞാനിപ്പം നമ്മുടെ ഈ ഷോപ്പിന്റെ ഓണർ കൂടിയായിട്ടുള്ള പ്രദീപിനോട് സംസാരിച്ചപ്പോൾ പ്രദീപ് പറഞ്ഞു, ഇവിടെ ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുന്നവർക്കൊക്കെ അവർക്ക് പാടാൻ താല്പര്യമുള്ളവർക്ക് പാട്ട് പാടാനും ഓടക്കുഴൽ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓടക്കുഴൽ വായിക്കാനും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ശരിയാണ്, ഇത് ഇവിടെ ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ കാണുന്ന പോലെ ഒരു മൈക്കും സംവിധാനവും അതുപോലെ മറ്റേ സാക്സോഫോണ്, ഓടക്കുഴല്, അതിനെയാണ് പ്രദീപ്. ഇത് ക്ലാർനെറ്റ്, ഇത് വയലിന്, ഇതെല്ലാം ഒരു ബ്യൂട്ടി പാർലറിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ ഉപകരണങ്ങൾ, മ്യൂസിക്കൽ ഉപകരണങ്ങൾ, സംഗീതോപകരണങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് തീർന്നില്ല, ഓടക്കുഴൽ ഇതാ വരുന്നു. നൊട്ടേഷൻ സ്റ്റാൻഡ്, പാട്ടുകാരൊക്കെ അവരുടെ പാട്ട് എഴുതിയ പുസ്തകം ഇങ്ങനെ തുറന്നു വെച്ച് നോക്കി പാടുന്ന ആ നൊട്ടേഷൻ സ്റ്റാൻഡ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ സലൂൺ ഇവിടെ ഓടക്കുഴൽ വായിക്കായിരുന്നു. ആദ്യം ഞാൻ ഓർത്ത് ഇത് വേറെ ഇവിടെ റെക്കോർഡ്, സാധാരണ സലൂണുകളിലൊക്കെ കാണുന്ന പോലെ റെക്കോർഡിംഗ് ആയിരിക്കും ഓർത്തത്. നോക്കിയപ്പോൾ എന്റെ പുറകിൽ ഇരുന്ന് ഇവിടെ ഒരു വലിയൊരു സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ അതിന്റെ ഒരു അറ്റത്തിരുന്നപ്പോൾ വളരെ ശാന്തമായിട്ട് ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഞാൻ പ്രദീപിനോട് ചോദിച്ചത്, എന്താണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്, ഒരു ബാർബർ ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു സലൂണിൽ, ഒരു ബ്യൂട്ടി പാർലറിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉപകരണങ്ങൾ ഇവിടെ കാണാനിടയായപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു. അന്നേരമാണ് പ്രദീപ് പറഞ്ഞത്, പ്രദീപിന് പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. ബാക്കി നമുക്ക് പ്രദീപിനോട് തന്നെ ചോദിക്കാം. ഇപ്പൊ നമ്മുടെ കൂടെ വില്ലാ ബുഷിന്റെ പ്രൊപ്പറേറ്റർ, ഇതിന്റെ ഉടമ പ്രദീപ് ഉണ്ട്. പ്രദീപ് ഇപ്പോൾ ഒരാളുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രദീപിനോട് തന്നെ ചോദിക്കാം. പ്രദീപ് നമസ്കാരം. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു സലൂണില് ഇങ്ങനെ ഒരു ആശയം എങ്ങനെയാണ് ഇത് വന്നത്? എനിക്ക് ചെറുപ്പം പോലെ പാട്ടോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അന്നേരം ഞാൻ ഈ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കും. പിന്നെ കുറച്ചൊക്കെ ഞാനും വായിക്കും, കുറച്ചൊക്കെ പാടും. വരുന്നവരൊക്കെ ഇവിടെ നിന്ന് പാടും. നമുക്ക് അത് റോളാകുമല്ലോ, പാടും. അങ്ങനെ പാടുമ്പോൾ എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ്. ഞാൻ അറിഞ്ഞത് ഇപ്പൊ ഈ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് മുടി വെട്ടാൻ വരുന്ന പിള്ളേരൊക്കെ ഇപ്പൊ നന്നായിട്ട് പാടുന്ന പിള്ളേരൊക്കെ ഇവിടെ നിന്ന് പാടാറുണ്ട്. മൈക്കിനോടുള്ള ഒരു അറപ്പൊക്കെ മാറി. മൈക്ക് പിടിക്കാനൊരു ഇതുണ്ടല്ലോ, അതൊക്കെ മാറി. ഇവിടെ വന്ന് പിന്നീട് വേറെ സ്ഥലത്തൊക്കെ പോയി പാട്ടൊക്കെ പാടുന്നു. എപ്പോ വന്നാലും മുടി വെട്ടാൻ വന്നാലും ഒരു പാട്ട് പാടിയിട്ട് പോകുന്ന പാടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടോ? അതാരാ? ഇദ്ദേഹം അങ്ങനെ എപ്പോ മുടി വെട്ടാൻ വന്നാലും ഒരു പാട്ട് പാടിയിട്ടേ പോകുന്നതാണ് പ്രദീപ് പറഞ്ഞത്. ഏത് പാട്ടാ പാടാറുള്ളത് സാധാരണ? അത് ഞാൻ അറിഞ്ഞു, മലയാള പാട്ടിൽ ഒരു പാട്ടാണ് പ്രത്യേകം. പുള്ളി ഒരു വിരഹ ഗാനങ്ങളോടാണ് പുള്ളി താല്പര്യം. Mari
ബില്ലാബുഷിലെ ക്ലോക്കിന് വരെയുണ്ട് ഒരു പ്രദീപ് ടച്ച്. കണ്ടില്ലേ, ഒരു ബാർബർ ഷോപ്പിൽ ഒരു സലൂണിൽ ആവശ്യമായുള്ള ഉപകരണങ്ങളാണ് അത്. അതിനകത്ത് ചീപ്പുണ്ട്, കത്രികയുണ്ട്, ബ്ലേഡ് ഉണ്ട്, എന്തിന് വെട്ടുന്ന തല വരെയുണ്ട്, തലമുടി വെട്ടുന്ന തല വരെയുണ്ട് അവിടെ. അതാണ് ആ 12 സൂചികളും ഓരോ ഉപകരണങ്ങൾ വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പ്രദീപ് തല അജിത്തിന്റെ ഫാൻസ് അസോസിയേഷന്റെ കോട്ടയം ജില്ലയുടെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്, തല അജിത്തിന്റെ ഭാര്യയുടെ പേര് തന്നെയാണ് ശാലിനി. മകളുണ്ടായപ്പോൾ മകൾക്ക് പേരിട്ടതും അവരുടെ കുട്ടിയുടെ പേര് തന്നെയാണ്. അനുഷ്ക എന്നാണ് പ്രദീപിന്റെ കുട്ടിയുടെ പേര്. കുട്ടികൾക്ക് ഇരുന്ന് അവരുടെ മുടി വെട്ടാനായിട്ട് ഒരു കാർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ആരെങ്കിലും വന്നാൽ അവരെ പിടിച്ച് ഇതേലിരുത്തി അടക്കി ഇരുത്തിയതിന് ശേഷമാണ്, കാർ ഓടിപ്പിച്ചുകൊണ്ടാണ് അവരുടെ മുടി വെട്ടുന്നത്. സരുണിന്റെ വീട് കോട്ടയത്തെ എരമല്ലൂരാണ് വീട്. സരുൺ എന്നാൽ ഇവിടെ വന്നാണ് ഇടയ്ക്ക് മുടി വെട്ടാറുള്ളത്. പ്രദീപുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലേക്ക് ഇവിടെ വന്നാണ് മുടി വെട്ടാറുള്ളത്. സരുൺ ഇവിടെ കൂടെ വരാറുണ്ടോ? മിക്കപ്പോഴും ഇവിടെയാണ്, കുറെ വർഷങ്ങളായിട്ട് ഇവിടെയാണ് മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം താമസിക്കുന്നത് മാങ്ങാത്തായിരുന്നു. അപ്പൊ അവിടുന്ന് എരമല്ലൂർ പോയിട്ട് പോലും അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ സൗഹൃദം, വർഷങ്ങളായിട്ട് സൗഹൃദമാണ്. ആരൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ കുറെ ഇൻഷുറൻസ് ഇവിടെ ഉണ്ട്. എന്തെങ്കിലും കുറെ ഇൻഷുറൻസ് ഉണ്ട്. ഞാനത് കൊണ്ടുവരാറില്ല, കാരണം ഇവിടെ വന്നാൽ സംഭവം ഉള്ളതുകൊണ്ട്. ഇവിടെ വന്നെങ്കിൽ ഫ്രൂട്ട് ഉണ്ട്, ക്ലാരറ്റ് ഉണ്ട്, അങ്ങനെ കുറെ ഇൻഷുറൻസ് കയ്യിലുള്ളതുകൊണ്ട് അതെല്ലാം ഇവിടെ പാട്ടുകൾ വായിച്ചില്ല. രാവിലെ ചിലപ്പോൾ രാവിലെ വന്നാൽ ഒരു 2 മണിയോട് കൂടി പോകും. അല്ല, ഉച്ച കഴിഞ്ഞ് വന്നാൽ വൈകിട്ട് അടയ്ക്കുന്നോളം വരും. ഒരു 10-11 മണി വരെ ഞങ്ങൾ ഇവിടെ കാണും. പാട്ടും ഓടക്കുഴലൊക്കെ സമയം പറഞ്ഞില്ല. വന്നിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും പാടുന്നവർ വരുന്നുണ്ട്, പാട്ട് ആസ്വദിക്കുന്നവർ വരുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സൗഹൃദത്തിൽ പോകുന്നു. ഇപ്പൊ ഞാൻ കൊടുങ്ങൂര്. ഞാൻ ഇതിലെ വല്ല സമയത്തൊക്കെ പോകുന്ന സമയത്ത് ഈ പ്രദീപേട്ടന്റെ കട കയറാറുണ്ട്. ഈ പ്രദീപേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറിയത്തില്ല. ഇവിടെയുള്ളവർക്കെല്ലാം ബില്ലാ ബുഷ് അറിയപ്പെടുന്നത്. വല്ലപ്പോഴും വരുമ്പോഴും ഈ പാട്ട് കേൾക്കാനും ഇവിടെ കൂടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ യാദൃശ്യമായിട്ട് ഇന്ന് കണ്ടതാണ്. വിഷ്ണു പാടാറുണ്ടോ ഇതിലെ വരുമ്പോ? ഇവിടെ കേറുമ്പോ അങ്ങനെ ചില സമയങ്ങളിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. പാടാറുണ്ട്. സമയം തിരക്കും ഇവിടുത്തെ ആൾക്കാരുടെ തിരക്കും കാരണം പല കാര്യങ്ങളും ഇവിടെ വെട്ടാൻ മാത്രമല്ല, പാടാനും തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കട ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമ്മള്. ഇന്ന് വലിയ തിരക്കില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ? തീർച്ചയായിട്ടും പാട്ട് പാടാം. അതെന്താ പിന്നെ അമ്മ എഴുതോ?
വില്ല ബുഷില് എന്നും കലാകാരന്മാരുടെ ഒരു തിരക്കാണ്. ഇന്ന് നമ്മൾ വന്നപ്പോൾ നട്ടുച്ച നേരത്ത് നമ്മൾ വന്നപ്പോഴും നമുക്ക് കിട്ടിയ ഒരുപറ്റം കലാകാരന്മാരാണ്. സിജോ, സരുണ്, പിന്നെ പ്രദീപ് ഇതിന്റെ പ്രൊപ്പറേറ്ററും പാട്ടുകാരനും എല്ലാം അദ്ദേഹമാണ്. പിന്നെ വിഷ്ണു കൊടുങ്ങൂരുകാരനാണ്. നല്ല കലാകാരന്മാരാണ്. നമ്മൾ ഇവരുടെ ഓരോരുത്തരുടെയും കുറച്ച് വരികളാണെങ്കിലും പാട്ടുകൾ കേട്ടു. വളരെ നല്ല കലാകാരന്മാരാണ്. പാട്ട് നന്നായിട്ട് പാടുന്നുണ്ടെന്ന് മാത്രമല്ല അവർക്ക് ആസ്വദിക്കാനും അറിയാം. പാട്ട് പാടാനും ആസ്വദിക്കാനും മാത്രമല്ല വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും അവർക്ക് നല്ലൊരു ധാരണയുണ്ട്. എന്തായാലും ഈ കലാകാരന്മാർക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം നമുക്ക് ഇതിന് സൗകര്യമൊരുക്കി തന്ന പ്രദീപിനും. ഇത് മാത്രമല്ല ഒരു വിശേഷം കൂടിയുണ്ട്. നമ്മുടെ ഇന്ന് പാട്ട് പാടിയെന്ന് മാത്രമല്ല ഇവിടെ എപ്പം വന്നാലും പാട്ട് പാടിയിട്ട് മതിവരുവോളം പാട്ട് പാടിയിട്ട് പോകുന്ന സരുണിന്റെ കല്യാണമാണ് 29-ാം തീയതി. അതിനുവേണ്ടിയുള്ള ഒരുക്കിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രദീപിന്റെ അടുത്ത് ചിരകാല സുഹൃത്തായ പ്രദീപിന്റെ അടുത്ത് മുടി വെട്ടാനും ഒക്കെ ആയിട്ട് ഫേഷ്യലും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് സരുണിന് എത്തിയത്. സരുണിന്റെ എല്ലാ വിവാഹ മംഗളാശംസകളും ഞങ്ങൾ നേരുന്നു. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ പുതുമയുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭങ്ങളിൽ എന്തെങ്കിലും പുതുമകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാൻ മറക്കരുത്, കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. കരുതിനാ